യെസ്, എല്ലായിടത്തും മഴയാണ്. നിങ്ങളൊക്കെ സേഫാണല്ലോ അല്ലേ? ഇനിയും സേഫായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. നിങ്ങൾക്ക് മഴയൊക്കെ കാണുമ്പോൾ പുറത്തൊന്ന് പോകാനും ഒന്ന് മഴയത്തൊക്കെ നടക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കീമിൻ്റെ എഞ്ചിനീയറിംഗ് 2025 റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് നമ്മൾ +2ൻ്റെ മാർക്ക് കൊടുക്കാൻ പറഞ്ഞു. സോ നമ്മളെല്ലാവരും കുറേ പേര് കൊടുത്തു, കുറേ പേര് അറിഞ്ഞു വരുന്നവർ കൊടുക്കുന്നു ഒക്കെ ചെയ്യുവാണ്. അപ്പോൾ ഓൾറെഡി കൊടുത്തവർ കുറേ പേര് തെറ്റ് വരുത്തിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാന്നുള്ളതാണ് ചോദിച്ചു കണ്ടത്. അതിനൊരു സൊല്യൂഷനും പിന്നെ തെറ്റുകളില്ലെങ്കിലും കൊടുത്തേക്കുന്ന മാർക്ക് ഒന്ന് നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് എൻട്രൻസ് കമ്മീഷൻ ഒരു ടൈം തരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയണം. നമ്മളിതിപ്പോൾ പറയേണ്ട ആവശ്യം ഉണ്ടായില്ല, പക്ഷേ ഇങ്ങനെ തെറ്റ് വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനിൽ കുറേ പേര് കണ്ടു. സോ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതിന് സൊല്യൂഷൻ ഉണ്ട്, നിങ്ങളിത് ചെയ്യാം. അപ്പോൾ അതിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ എൻട്രൻസ് കമ്മീഷൻ എല്ലാ വർഷവും ഇങ്ങനൊരു ടൈം തരാറുണ്ട്. തെറ്റുകൾ വന്നേക്കുന്നവർക്ക് ശരിയാക്കാനൊക്കെ ഉള്ള രീതിയിൽ ഇതുപോലൊരു ടൈം തരാറുണ്ട്. പക്ഷേ തെറ്റുകൾ വന്നേക്കണവർ എല്ലാവരും തന്നെ എൻട്രൻസ് കമ്മീഷർക്ക് ഒരു മെയിൽ എഴുതിടുക, ഇങ്ങനെ തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്, സോ ഞങ്ങൾക്ക് അതൊന്ന് എഡിറ്റ് ചെയ്യാൻ സമയം തരണം എന്ന് പറഞ്ഞിട്ടൊന്ന് മെയിൽ ചെയ്തിട്ടേക്കുക. ഇനി ഒരു ചാൻസ് നമുക്ക് ഇനി അത് കിട്ടാതിരിക്കേണ്ട, എന്തായാലും തരും. പക്ഷേ നമ്മളിനി മെയിൽ ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് അതൊരു ചാൻസ് പോവണ്ട, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വന്നേക്കണവരെല്ലാവരും തന്നെ മെയിൽ ചെയ്തിട്ടേക്കാം കേട്ടോ. അവിടെ ഗ്രാമറോ അല്ലെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് ശരിയല്ലോ ഒന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റുന്ന ഭാഷയിൽ പറ്റുന്ന പോലെ നിങ്ങളുടെ ലാംഗ്വേജ് ടങ്ങിൽ ആണെങ്കിലും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ആ രീതിയിൽ ഇട്ടാലും മതി കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറേ പേര് റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരും ഒരു റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ എനിക്ക് എന്ന് വരുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ആ റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ഒന്ന് അത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ കിട്ടിയ മാർക്ക് സബ്മിറ്റ് ചെയ്യാനോ ഒക്കെ ആയിട്ടുള്ളൊരു സമയം തരണം എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് മെയിൽ ചെയ്തിട്ടേക്കാം. നമുക്കറിയാമല്ലോ, കീമിന് ഓരോ കാര്യങ്ങൾക്ക് ഓരോ സമയമുണ്ട്, അതിനുള്ളിൽ റിസൾട്ട് വന്നാലേ നടക്കുള്ളൂ. ഒരു വർഷം അങ്ങനെ എൻട്രൻസ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, റീവാലുവേഷൻ റിസൾട്ട് സബ്മിറ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടൈമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും തരണം എന്നില്ല. നമ്മൾ നേരത്തെ വരുവാണെങ്കിൽ, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് വരുവാണെങ്കിൽ അതിനൊരു ടൈമൊക്കെ തരും. ഓക്കെ, അതുപോലെ തന്നെ 2024 പാസ്ഔട്ടായ കുട്ടികൾ അവർക്ക് റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ റീവാലുവേഷന് കൂട്ടിയ മാർക്കും കൂടി ആഡായി വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ല, ആദ്യത്തെ മാർക്ക് തന്നെയാണ് അവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് കമ്മീഷണറുടെ കയ്യിലുള്ള ഡേറ്റ ആ മാർക്കിൻ്റെയാണ്. സോ നിങ്ങൾ മാർക്ക് തിരുത്തി കൊടുക്കുന്നതിനോടൊപ്പം 2 സർട്ടിഫിക്കറ്റും കൂടി മെർജ് ചെയ്തിട്ട് ഒറ്റ PDF ആക്കിയിട്ട് വേണം അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ആകെ ഒരു പ്ലേസ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 എണ്ണം 2 ആയിട്ട് അപ്ലോഡ് ചെയ്യരുത്, 2 കൂടി മെർജ് ചെയ്തിട്ട് വേണം അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഈ മാർക്കുകളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തേക്കണം. എല്ലാവരും, തെറ്റ് വന്നേക്കുന്നവരും തെറ്റ് വരാത്തവരും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ നമുക്ക് 2-ാം തീയതി വരെയാണല്ലോ ടൈം തന്നേക്കുന്നത്, ആ 2-ാം തീയതി എന്നുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ എൻട്രൻസ് കമ്മീഷണർ പറയും നമ്മൾ കൊടുത്ത മാർക്കുകൾ നമ്മുടെ പ്രൊഫൈലിൽ പോയിട്ട് വെരിഫൈ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം പറയും. അതെന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതാണ് നമ്മളപ്പോൾ ചെയ്യേണ്ടത്. അതിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ പേരിങ്ങനെ മാർക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനിൽ കണ്ടു. സോ നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്ത് പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസത്തിന്, ഇനിയും കുഴപ്പമില്ല, ചാൻസുകളുണ്ട്, പക്ഷേ നിങ്ങൾ മെയിൽ ചെയ്തിടണം കേട്ടോ. മാർക്ക് തെറ്റിപ്പോയേക്കണവരെല്ലാവരും മെയിൽ ചെയ്തിട്ടേക്കണം. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ മാർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നില്ലേ, അതുപോലെ എൻട്രൻസ് കമ്മീഷൻ ഒരു നോട്ടിഫിക്കേഷൻ ഇടും. നിങ്ങളുടെ പ്രൊഫൈലിൽ ആ ഒരു മാർക്ക് വെരിഫൈ ചെയ്തിട്ട് അത് ഓക്കെ ആക്കുക എന്ന് പറഞ്ഞിട്ടൊരു നമുക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ എൻട്രൻസ് കമ്മീഷൻ ഇടും. ആ ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ പോവുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഇപ്പോൾ മാർക്ക് സബ്മിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ലിങ്ക് വന്നെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ വന്നേക്കണ ലിങ്ക്, അതുപോലെ +2 മാർക്ക് വെരിഫിക്കേഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് വരും. മനസ്സിലായി? നിങ്ങൾ സ്ക്രീനിൽ ഉണ്ടാവും മാർക്ക് വെരിഫിക്കേഷൻ ഫോർ എഞ്ചിനീയറിംഗ്. അതായത് നിങ്ങൾ കൊടുത്ത മാർക്ക് എൻട്രൻസ് കമ്മീഷണർ നമ്മുടെ പ്രൊഫൈലിൽ കാണിച്ചിട്ടുണ്ട്, അത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മാർക്ക് വെരിഫിക്കേഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു മെനു നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ +2ൻ്റെ നിങ്ങൾക്ക് ഓരോ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് അവിടെ കാണിച്ചിട്ടുണ്ടാവും, ടോട്ടൽ മാർക്ക് കാണിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ ബോർഡ് കാണിച്ചിട്ടുണ്ടാവും, പാസ്സായ വർഷം, ഇതൊക്കെ സെയിം ആണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ളത് എന്ന് ഉറപ്പാക്കുകയാണ്. അങ്ങനെ
ഉറപ്പാക്കിയിട്ട് അവിടെ ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ ചേഞ്ച്, എന്നിട്ട് വേരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്. അതായത് അവിടെ ചേഞ്ച് ഒന്നുമില്ല, ഞാൻ വേരിഫൈ ചെയ്തു, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണ് എന്നാണ് ആ ഒരു നമ്മൾ കൊടുക്കണതിൻ്റെ അർത്ഥം. എങ്ങനെയുള്ളവരാണ്? നമ്മൾ നോക്കിയിട്ട് ആ കാണിച്ചേക്കണ മാർക്കൊക്കെ ഓക്കെ ആണെന്നുള്ളവർ. ഇനി ആ മാർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ട്, നിങ്ങൾക്ക് തിരുത്തേണ്ട ആവശ്യമുണ്ട്, മനസ്സിലായോ? നിങ്ങൾ കൊടുത്ത മാർക്കുകൾ തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ അവിടെ കാണിച്ചേക്കണം നിങ്ങൾ കൊടുത്തേക്കണ മാർക്ക് അല്ലാതിരിക്കുകയോ. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, നിങ്ങൾ കൊടുത്ത മാർക്കല്ല കൺഫർമേഷൻ എടുത്തപ്പോൾ വന്നേക്കണേ എന്നൊക്കെ പറഞ്ഞ് കണ്ടായിരുന്നു. സോ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വന്നേക്കണമെങ്കിൽ നിങ്ങൾ ഏത് മാർക്കിൻ്റെ നേരെയാണോ അവിടെ അങ്ങനെ അല്ലെങ്കിൽ തെറ്റ് വന്നേക്കുന്നത് അവിടെ ചേഞ്ച് റിക്വയർഡ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചിലതിന് ചേഞ്ച് ഉണ്ടാവില്ല, മാർക്ക് അവിടെ കാണിച്ചേക്കുന്നത് സെയിം ആയിരിക്കും, നമ്മുടെ കയ്യിലുള്ള മാർക്കും സെയിം ആയിരിക്കും. ചില മാർക്കിലായിരിക്കും നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നത്, ചിലപ്പോൾ ടോട്ടൽ മാർക്കിലായിരിക്കും, ചിലപ്പോൾ ഫിസിക്സിൻ്റെ മാർക്കിലായിരിക്കും. അപ്പോൾ എവിടെയാണോ ചേഞ്ച് ആവശ്യമുള്ളത് അവിടെ ചേഞ്ച് റിക്വയർഡ് എന്ന് കൊടുക്കുക, ചേഞ്ച് ആവശ്യമില്ലാത്തവർക്ക് നോ ചേഞ്ച് എന്നുള്ള മാർക്കും കൊടുക്കുക. എന്നിട്ട് നോ ചേഞ്ച് ഉള്ളിടത്ത് വേരിഫൈഡ് ആൻഡ് ഫൗണ്ട്, ഓക്കെ, ചേഞ്ച് ഉള്ളിടത്ത് ചേഞ്ച് വരുന്നവർക്ക് വേരിഫൈഡ് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിന് നമ്മൾ മാർക്കുകൾ തിരുത്തി കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഒരു മാർക്ക് നമ്മളുടെ ശരിയാണ്, നമ്മൾ കൊടുത്തേക്കണ മാർക്ക് ശരിയാണ് എന്നുള്ള ആ ഒരു ഇത് PDF ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. PDF നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് ചെയ്യുകയോ മെയിൽ ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല, നിങ്ങളവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നേരത്തെ അപ്ലോഡ് ചെയ്ത മാർക്ക് ലിസ്റ്റുകളിൽ അപാകതകൾ ഉണ്ടായിരുന്നവർക്ക് അവരുടെ മാർക്കുകൾ പരിശോധനാ വേളയിൽ ദൃശ്യമാകുന്നതല്ല. അവർ ആവശ്യമായ മാർക്ക് ലിസ്റ്റുകൾ, അപാകത ഇല്ലാത്ത വ്യക്തമായ മാർക്ക് ലിസ്റ്റുകൾ വെബ് പേജിലൂടെ നിശ്ചിത സമയത്തിനകം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇത്തരം വിദ്യാർത്ഥികളുടെ നിലവിൽ ലഭ്യമായ മാർക്കുകൾ അതേപടി റാങ്കിനായിട്ട് പരിഗണിച്ചിട്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ മനസ്സിലായോ? അതായത് ഇപ്പം നിങ്ങൾ പറയല്ലേ കുറേ പേര് തെറ്റ് വന്നു പോയി എന്ന് പറയല്ലേ, അവർക്കുള്ള കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ അപ്ലോഡ് ചെയ്ത മാർക്ക് ലിസ്റ്റിൽ അപാകതകൾ ഉണ്ടായിരുന്നവർക്ക്, അതായത് കറക്റ്റ് ചെയ്തു എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്ത മാർക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്ത PDF-ഉം തമ്മിൽ മിസ്മാച്ച് ഉണ്ടായെങ്കിൽ അവിടെ മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അവരും ഇതുപോലെ കറക്റ്റായിട്ട് മാർക്കുകൾ കൊടുത്തിട്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള PDF അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത മാർക്ക് അനുസരിച്ചിട്ടുള്ള ഒരു റാങ്ക് ആയിരിക്കും വരിക, PDF-ലെ മാർക്ക് ആയിരിക്കും എടുക്കുന്നത് നിങ്ങൾ കൊടുത്തേക്കണ മാർക്ക് അനുസരിച്ചിട്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ ഇതായി പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കിട്ടില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാര്യം കേട്ടോ. ചിലപ്പോൾ ഒരു ടൈം പിന്നെ വീണ്ടും തരും, അത് തിരുത്തി അങ്ങനെ മിസ്മാച്ച് വന്നവർക്ക് വീണ്ടും തിരുത്തി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ആ ഒരു ടൈമിൽ എൻട്രൻസ് കമ്മീഷൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഒന്നും കൂടി ഉറപ്പാക്കുക മാർക്കൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ആ ഒരു ടൈമിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.